2027 SSLC പബ്ലിക് എക്സാം കുറച്ച് മാസങ്ങളൂടെ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലെത്തും. അപ്പോൾ SSLCയിൽ അത്യാവശ്യം കുറേ പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. അതെങ്ങനെയാണ് കുറച്ചൊരു എഫക്റ്റീവോടെ പഠിക്കേണ്ടതെന്നുള്ള സ്റ്റഡി ടിപ്സും സ്റ്റഡി മെറ്റീരിയൽസും സ്റ്റഡി പ്ലാനൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുവാണ്, ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് വീഡിയോ കാണാം. ഞാനൊരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റാണ്. അതായത് ഒരു വർഷം മൊത്തം സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഞാൻ 10th അപ്പോൾ SS എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഫുൾ A+ കിട്ടിയതും ഹ്യൂമാനിറ്റീസ് എടുത്തത്. അത് മാത്രമല്ല, സിലബസ് മാറി. എൻ്റെ അനിയത്തി ഇപ്പോൾ 10th അപ്പോൾ എനിക്ക് അതിൽ നിന്നും കൂടെ മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ വീഡിയോ കാണുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഹെൽപ്ഫുൾ ആകുവാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. SSLC ക്ലാസ് 10 എക്സാമിന് നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്ററിക്ക് മൊത്തം 9 ചാപ്റ്റേഴ്സും ജോഗ്രഫിക്ക് 8 ചാപ്റ്റേഴ്സും, അങ്ങനെ മൊത്തം 17 ചാപ്റ്റേഴ്സ് 4 ടെക്സ്റ്റ് ബുക്കിലായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ വെറും 9 മാസം കൊണ്ട് നമുക്ക് മൊത്തം 17 ചാപ്റ്റേഴ്സ് പഠിക്കണം. പക്ഷെ ഇതൊക്കെ പുഷ്പം പോലെ ലാസ്റ്റ് 2 months കൊണ്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാനീ പറയുന്നത് അങ്ങനെ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ, അതായത് സ്ലോ ലേണേഴ്സ്, ആദ്യം തൊട്ട് പഠിച്ചാലേ നടക്കത്തുള്ളൂ എന്ന ആൾക്കാർ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു സ്ലോ ലേണറാണ്. അതായത് ലാസ്റ്റ് 2 months കൊണ്ട് പഠിച്ചാൽ എനിക്കൊന്നും നിൽക്കത്തില്ല. ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും. ഒന്നാമത്തെ പബ്ലിക് എക്സാമിൻ്റെ ടെൻഷൻ, പ്ലസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, തുടങ്ങണമല്ലോ എന്നുള്ള ടെൻഷൻ. അതുമാത്രമല്ല SS പോലുള്ള സബ്ജക്റ്റിന് അതൊരിക്കലും പോസിബിൾ അല്ല. സോ പറഞ്ഞു വന്നത്, ആദ്യം തൊട്ടേ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതായിരിക്കും ലാസ്റ്റ് 2 months സ്ട്രെച്ച് ചെയ്ത് അവിടെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും കുറച്ചായിട്ട് പഠിച്ചു പോവുക. നമ്മളറിയത്തില്ല, ഓരോ ടാസ്കും ഇച്ചിരി കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി പ്രഷറും കാണത്തില്ല. അത്യാവശ്യം ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഒരുവിധം പഠിച്ചും തീരും. അപ്പോൾ ആദ്യം വേണ്ടത് സ്റ്റഡി പ്ലാനാണ്. ഇപ്പം ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി ഓണം എക്സാമിന് മുമ്പ് ഞാൻ ഇത്രയും തീർക്കണം, ക്രിസ്മസ് എക്സാമിന് മുമ്പ് ഞാൻ ഇത്രയും തീർക്കണം എന്നൊരു ഒരു ടൈം ടേബിളും കൂടെ സെറ്റാക്കുക. അതായത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. നമ്മൾ ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര പഠിച്ചിരിക്കും, ഈ ഇത്രയും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുമെന്ന്. അതാകുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു ഇത് കാണും, തീർക്കണം എന്നുള്ള ആ ഒരു വിചാരം. അത് നമ്മുടെ പഠിത്തത്തെ കുറച്ചും കൂടെ നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതെല്ലാവരും പറയുന്നതുമാണ്. എന്ത് ടിപ്പ് ചോദിച്ചാലും എല്ലാവരും പറയും കഥ പോലെ പഠിക്കാം. ആൻഡ് അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ മറവിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ കഥ പോലെ പഠിക്കാം. അതായത് ഇപ്പോൾ ഒരു ഇവൻറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളവിടെ ആ ഒരു സ്ഥലത്ത് നിങ്ങളവിടെ ഉണ്ട്, നിങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഒന്നെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ അതൊരു കഥയാക്കുക. അങ്ങനെ പഠിച്ചാൽ കുറച്ചും കൂടെ മൈൻഡിൽ നിൽക്കും. പിന്നെ എന്ത് പഠിച്ചാലും ഒന്ന് ചിന്തിക്കാം, ഈ ഒരു സാധനം ഞാൻ എക്സാം ഹാളിൽ എഴുതാൻ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുമോ, ഓർമ്മ വരത്തില്ലേ, അതങ്ങനെ ഓർമ്മയിൽ എത്തിക്കണം എന്നുള്ള സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലും കോഡോ കഥകളോ ഉണ്ടാക്കി പഠിക്കാം. ആൻഡ് ഇത് വെരി ഹെൽപ്ഫുൾ ആണ്. ബൈ ഹാർട്ട് ആക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് കഥയായിട്ട് പഠിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട് കഥ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ഓർമ്മ കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, അത് ഓരോ ചാപ്റ്റേഴ്സും പഠിക്കാൻ നേരത്ത് അതിലെന്തൊക്കെയുണ്ട് അതിൻ്റെ കീ പോയിന്റ്സ് നമ്മൾ എഴുതി വെക്കാം. അതായത് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഹ്യൂമാനിസത്തിലെ ഫസ്റ്റത്തെ പോയിന്റ് റിനീസൻസ്, അത് അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ വൈ റിനീസൻസ് ഇൻ ഇറ്റലി, അങ്ങനത്തെ കുറേ പോയിന്റ് നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കാം. എന്നിട്ട് ഓരോന്ന് പഠിച്ച് കഴിയുമ്പോഴും അതങ്ങ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെയും പഠിക്കാനുള്ള ഒരു ത്വര. മൊത്തത്തിൽ പറഞ്ഞു വന്നത്, ഒരു ദിവസം പഠിക്കാനിരിക്കുവാണെങ്കിൽ ഇത്രത്തോളം കോൺസെപ്റ്റ് പഠിച്ച് തീർക്കും എന്ന് ഗോൾ ഉണ്ടാക്കുക. എന്നിട്ട് അത് അച്ചീവ് ചെയ്ത് പോകുമ്പോൾ പിന്നെയും പഠിക്കാൻ തോന്നും എന്നാണ് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ കാര്യം, ടെക്സ്റ്റ് റീഡിങ്. ടെക്സ്റ്റിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗൈഡ്സും അങ്ങനത്തെയുള്ള നോട്ട്സിനൊന്നും അത്യാവശ്യം അതൊക്കെ കുറച്ചിട്ട് ടെക്സ്റ്റിൽ മൊത്തം ഫോക്കസ് ചെയ്യുക. ഓരോ പോയിന്റ് വായിക്കും തോറും ഹൈലൈറ്റ് ചെയ്ത് പോകുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിൻ്റെ സമയത്ത് എക്സാം ഹോളിൽ വെച്ച് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു പേജിൻ്റെ ഫോട്ടോയൊക്കെ വരുമ്പോൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യം കുറച്ചും കൂടി ഓർമ്മയിലിട്ട് വരും. പിന്നെ എപ്പോഴും മൈൻഡിൽ ഓർക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. സോ ടെക്സ്റ്റ് ബുക്കിന് മാത്രം ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗൈഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ. SS പഠിക്കാൻ ശരിക്കും വേറെ ഗൈഡ്സ് ഒന്നിൻ്റെ ആവശ്യമില്ല, ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നാലാമത്തെ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, മാപ്പ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഉറപ്പായിട്ട് 4 മാർക്കിന് മാപ്പ് കാണും. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളും ആ ഒരു റിവേഴ്സിൻ്റെ പേരൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു പോകുക. ഇങ്ങനെ ഓർത്ത് വെക്കാനോ എന്തെങ്കിലും കോഡൊക്കെ യൂസ് ചെയ്യുക. അത് മാപ്പ് വിട്ട് കളയരുത്. മാപ്പ് പോലെ തന്നെയാണ് ഓരോ മേജർ ഇവൻസിൻ്റെയും ഇയേഴ്സ്, അതും ഒന്ന് കോഡ് ചെയ്ത് മറക്കാത്ത വിധത്തിൽ ഒന്ന് സെറ്റാക്കി വെക്കാം. പിന്നെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആകും. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ക്ലാസ്സാണ് കംഫർട്ടായിട്ട് കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ തോന്നുന്നത് ആ ക്ലാസ് കണ്ടുപോകുക.
ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സും എക്സാമിനറിൻ്റെ ക്ലാസ്സും കൂടിയിട്ടുണ്ട്. പണ്ടത്തെ ക്ലാസ്സൊക്കെയാണ് കൂടുതലും കൂടിയിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ സിലബസ് കുറച്ച് പണ്ടത്തെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ക്ലാസ്സസ് അവൈലബിൾ ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ പുതിയതായതുകൊണ്ട് തന്നെ കണ്ടിട്ട് ആരുടെ ക്ലാസ്സാണ്, ഏത് ക്ലാസ്സാണ് കംഫോർട്ട്, ഇതാണ് കുറച്ചുകൂടെ പഠിക്കാനായിട്ട് എളുപ്പമായിട്ട് തോന്നുന്നത്, അത് ഫോളോ ചെയ്യുക. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PYQ. അത് വിട്ട് കളിക്കരുത്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. PYQs എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും വന്നത്, ഇത് വരൂ എന്നൊക്കെ മനസ്സിലാകും. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ HSS.live കയറി നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അടിച്ചു കൊടുത്താൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. അത് പഠിക്കാനും പറ്റും. 1 വേർഡ്സ്, മാച്ച് ദ ഫോളോയിങ് മാപ്പ്, അങ്ങനെയുള്ളതൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം അത് തന്നെ റിപ്പീറ്റ് അടിച്ച് വരത്തുള്ളൂ. സോ മാർക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിന് എഴുതുന്നത് രീതിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴേ അത് പഠിച്ചു പോവുക. ഇപ്പോൾ കാണാതെ എഴുതുമ്പോഴും എക്സാം ഹാളിൽ വെച്ച് ഞാൻ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് പോവുക. എത്രത്തോളം പഠിച്ചു എന്നതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്തെന്നുള്ളത്. സോ അതിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.